ജൂൺ 2-ന് ചിറാപുഞ്ചിക്കടുത്തുള്ള സൊഹ്രാരിമിലെ ഒരു മലയിടുക്കിൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നു. പാതി ഒഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. ആരുടേതാണെന്ന അന്വേഷണത്തിനൊടുവിൽ ഇന്ത്യൻ സ്വദേശിയായ രാജ രഘവംശി എന്ന ബിസിനസ്സുകാരനാണ് മൃഗീയമായ രീതിയിൽ കൊല്ലപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തുന്നു. മേഘാലയ പോലീസ് എഫ്ഐആർ ഇട്ട് പരിശോധന ആരംഭിച്ചതോടെയാണ് രാജ രഘവംശി എന്ന യുവാവിന്റെ കൊലപാതകം നടത്തിയത് ഭാര്യ സോനമാണെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. മേഘാലയ ഹണിമൂൺ കൊലപാതകം എന്ന് രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്ന രാജ രഘവംശി എന്ന ബിസിനസ്സുകാരന്റെ കൊലപാതക കഥയാണ് ഇന്ന് നൗ റണ്ണിങ്ങിൽ. 2025 മെയ് 11-ാം തീയതിയായിരുന്നു രാജ രഘവംശി എന്ന 29-കാരനും സോനം എന്ന 25-കാരിയും തമ്മിലുള്ള വിവാഹം. ആർഭാടപൂർവ്വം നടന്ന വിവാഹത്തിൽ സോനത്തിന്റെ മുഖഭാവങ്ങളിൽ യാതൊരു വിധത്തിലുള്ള ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. മെയ് 20-ാം തീയതിയാണ് രാജയും സോനവും മേഘാലയയിലേക്ക് തങ്ങളുടെ മധുവിധുവിനായി പുറപ്പെടുന്നത്. യാത്രയിലുടനീളം കുടുംബത്തെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകളും സ്റ്റോറികളും ഒക്കെ പങ്കുവെക്കുന്ന ദമ്പതികളെ മെയ് 23-ന് സൊഹ്രയിൽ നിന്നും കാണാനില്ലെന്ന വാർത്ത പുറത്തെത്തുന്നു. ഒരാഴ്ചയ്ക്കപ്പുറം ജൂൺ 2-ാം തീയതി രാജ രഘുവംശിയുടെ മൃതദേഹം മേഘാലയയിലെ വെയ്സാവഡൌങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊക്കയിൽ നിന്നും കണ്ടെത്തുന്നു. സോനത്തിനെ കാണാതാവുകയും ചെയ്തു. ഇതോടെ സംഭവം വലിയ മാധ്യമ ശ്രദ്ധ നേടി. പഴുതടച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ഉത്തർപ്രദേശിലെ ഖാസിപൂരിലെ നന്ദജിൽ നിന്നും സോനത്തെ കണ്ടെത്തുന്നത്. സോനത്തെ കണ്ടെത്തിയതോടെയാണ് കൊലപാതകത്തിന് മേൽ സോനവും സോനത്തിന്റെ കാമുകനായ കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള കാമുകനായ രാജ് കുശ്വാഹുമാണെന്ന ഞെട്ടിക്കുന്ന സത്യം പുറം ലോകം അറിയുന്നത്. സോനത്തിന്റെ സഹോദരന്റെ ടൈൽസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു 20-കാരനായ രാജ്. വിവാഹത്തിന് മുൻപ് തന്നെ സോനത്തിന് രാജ് കുശ്വാഹുമായി പ്രണയമുണ്ടായിരുന്നു. പക്ഷേ തന്നെക്കാൾ 5 വയസ്സിന് ഇളയതും സാമ്പത്തികമായി പിന്നോക്കവും നിൽക്കുന്ന രാജുമായുള്ള പ്രണയത്തെ വീട്ടുകാർ എതിർക്കുമെന്ന് ഉറപ്പാക്കിയിരുന്ന സോനം വീട്ടുകാർ ബിസിനസ്സുകാരനായ രാജ രഘുവംശിയുമായി നടത്തിയ വിവാഹത്തിന് സമ്മതം മൂളുകയായിരുന്നു. സോനം തന്റെ വിവാഹം കഴിഞ്ഞ് കേവലം 7 ദിവസം കഴിഞ്ഞ് മെയ് 18-ന് രാജയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി തന്റെ കാമുകനുമായി ചേർന്ന് ആസൂത്രണം ചെയ്തു. ഇതിന്റെ ഭാഗമായി വിശാൽ ചൗഹാൻ, അനന്ത് കുമാർ, ആകാശ് രജ്പുത് എന്നീ കൊലയാളികളെ മധ്യപ്രദേശിൽ നിന്നും രാജ് വാടകയ്ക്കെടുത്തു. മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ മെയ് 20-ാം തീയതിയാണ് രാജയും സോനവും മേഘാലയയിലേക്ക് പുറപ്പെട്ടത്. മേഘാലയയിലെ മനോഹരമായ സൊഹ്ര മേഖലയിൽ ഹണിമൂൺ ആഘോഷിക്കാനായി തന്റെ പ്രിയ പത്നിയുമായി പോയ രാജ രഘവംശി പക്ഷേ അറിഞ്ഞിരുന്നില്ല മണിക്കൂറുകൾക്കുള്ളിൽ താൻ കൊല്ലപ്പെടുമെന്ന്. മെയ് 20-ന് ഇരുവരും ഇൻഡോറിൽ നിന്നും ബംഗളൂരു വഴി ഗുവാഹത്തിയിലെത്തി. അവിടെ കാമാഖ്യ ക്ഷേത്രം ഉൾപ്പെടെ സന്ദർശിച്ചു. തുടർന്ന് 21-ന് വൈകിട്ട് 6-ഓടെ മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്ങിലെത്തി. ബാലാജി ഗസ്റ്റ് ഹൌസിൽ അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഇരുവരും കീറ്റ് റോഡിലൂടെ ഒരു സ്കൂട്ടി വാടകയ്ക്കെടുത്ത് സ്ഥലങ്ങൾ സന്ദർശിച്ചു. അന്ന് വൈകിട്ട് ഈസ്റ്റ് ഖാസി ഹിൽസിലെ മൗലിഖിയാത്ത് ഗ്രാമത്തിലെത്തി. ട്രക്കിങ്ങിന് പോയി അവിടെ ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചു. പിറ്റേന്ന് രാവിലെ ഹോം സ്റ്റേയിൽ നിന്നും മടങ്ങിയ ദമ്പതിമാർ മൗലഖിയാത്തിൽ തന്നെ തിരിച്ചെത്തി. പിന്നീട് രണ്ടുപേരുടെയും ഫോണുകൾ ലഭ്യമല്ലാതെയായി. ഒടുവിൽ സോനവും വാടക കൊലയാളികളും രാജ രഘവംശിയെ വകവരുത്തി വെയ്സാവഡൌങ് വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊക്കയിൽ തള്ളി. മൃതദേഹത്തിന് സമീപം തകർന്ന നിലയിൽ മൊബൈൽ ഫോണും കണ്ടെത്തിയിരുന്നു. രാജ രഘവംശിയെയും സോനത്തിനെയും കാണാനില്ല എന്ന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിക്കുന്ന പോലീസിനെ കേസിൽ വഴിത്തിരിവുണ്ടാക്കി കൊടുത്തത് സൊഹ്ര മേഖലയിലെ ഗൈഡായ ആൽബർട്ടിൽ നിന്നും ലഭിച്ച നിർണായക വിവരമാണ്. കാണാതായ ദിവസം സോനത്തിനും രാജയ്ക്കുമൊപ്പം 3 പുരുഷന്മാരെ കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനെ അറിയിച്ചു. 4 പുരുഷന്മാർ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് പിന്നിലായ ഒരു യുവതിയും. പുരുഷന്മാർ ഹിന്ദിയാണ് സംസാരിച്ചത്. പക്ഷേ എനിക്ക് ഖാസിയും ഇംഗ്ലീഷും മാത്രമേ അറിയൂ എന്നതിനാൽ അവർ എന്താണ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്നാണ് ഗൈഡായ ആൽബർട്ട് പോലീസ് നൽകുന്ന മൊഴി. ഇതോടെ പോലീസിന്റെ അന്വേഷണം സോനത്തിലേക്ക് തിരിഞ്ഞു. തന്റെ മകന് വിവാഹം കഴിഞ്ഞയുടൻ ഹണിമൂണിന് പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്ന് അമ്മ ഉമാ രഘുവംശി പിന്നീട് പോലീസിന് മൊഴി നൽകി. എന്നാൽ ഭാര്യ സോനം അവനെ നിർബന്ധിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയായിരുന്നു. ദമ്പതികൾ ഗുവാഹത്തിയിലെ കാമാഖ്യ ക്ഷേത്രത്തിൽ പോകാൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നെന്നും പക്ഷേ അപ്രതീക്ഷിതമായി അവർ മേഘാലയയിലേക്ക് പോകാൻ പ്ലാൻ മാറ്റുകയായിരുന്നെന്നും സോനം ട്രിപ്പിനായി ടിക്കറ്റ് ബുക്ക് ചെയ്തെങ്കിലും റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നില്ല എന്നുകൂടി രാജയുടെ സഹോദരൻ വിപുൽ രഘുവംശിയുടെ മൊഴി കൂടി ലഭിച്ചതോടെയാണ് സോനമാണ് പ്രതി എന്ന് പോലീസ് ഉറപ്പിക്കുന്നത്. ഇതിനു പുറമെ സോനം ആവശ്യപ്പെട്ടത് പ്രകാരം മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും ധരിച്ചാണ് രാജ മധുവിധുവിന് എത്തുന്നത്.
രാജ ആഭരണവും ധരിച്ചു പോകുന്നതിനെ വീട്ടുകാർ എതിർത്തു. എന്നാൽ സോനം പറഞ്ഞിട്ടാണ് അങ്ങനെ പോകുന്നതെന്നും അവൾക്ക് അങ്ങനെയാണ് തന്നെ കാണാൻ ആഗ്രഹമെന്നും രാജ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു. ഡയമണ്ടും സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങൾ ഉണ്ടായിരുന്നു രാജയുടെ കൈവശം. ദമ്പതികളെ കാണാതായതോടെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഒക്കെ തിരഞ്ഞെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് ഈസ്റ്റ് ഖാസി ഗ്രാമത്തിൽ ഇവർ സഞ്ചരിച്ച സ്കൂട്ടി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിൽ ഈ വണ്ടിയുടെ കീയും ഉണ്ടായിരുന്നു. 10 ദിവസത്തിനു ശേഷം വെയ്സാബ്ഡോങ് വെള്ളച്ചാട്ടത്തിന് സമീപം നടത്തിയ ഡ്രോൺ പരിശോധനയിൽ രാജയുടെ മൃതദേഹം 100 അടി താഴ്ചയുള്ള മലയിടുക്കിൽ അഴുകിയ നിലയിൽ കണ്ടെത്തി. വലതുകൈയിലെ രാജ എന്ന പേരുള്ള ടാറ്റുവും സ്മാർട്ട് വാച്ചുമാണ് മൃതദേഹം തിരിച്ചറിയാൻ നിർണായകമായത്. സോനവും കൊല്ലപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു ആദ്യം പോലീസ്. പക്ഷേ ടൂറിസ്റ്റ് ഗൈഡ് ആൽബർട്ട് ഫിദയുടെ മൊഴി വഴിത്തിരിവായി. ഇതിനിടെ രാജയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. ആഴത്തിലുള്ള ഒന്നിലധികം മുറിവുകൾ ശരീരത്തിലുള്ളതായും തലയുടെ മുൻവശത്തും പിൻഭാഗത്തും മാരകമായ മുറിവുണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. മരം മുറിക്കാൻ ഉപയോഗിക്കുന്നത് പോലെയുള്ള വളരെ കഠിനമായ ഉപകരണം കൊണ്ടായിരുന്നു പ്രതികൾ കൊലപാതകം നടത്തിയതെന്നും തിരിച്ചറിഞ്ഞു. സോനത്തിന്റെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കുകയായിരുന്നു പോലീസിൽ അടുത്ത ചെയ്ത നടപടി. രാജ് കുശ്വാഹുമായി സോനത്തിന്റെ ബന്ധം ഇതോടെ മനസ്സിലാവുന്നു. നീണ്ട അന്വേഷണത്തിനൊടുവിൽ തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ഉത്തർപ്രദേശിലെ ഖാസിപൂരിലെ നന്ദ്ഗഞ്ചിൽ നിന്നും സോനത്തെ കണ്ടെത്തുന്നത്. കരഞ്ഞുകൊണ്ട് സോനം തന്റെ അടുത്ത് വരികയും കുടുംബവുമായി സംസാരിക്കാൻ മൊബൈൽ ഫോൺ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് പ്രദേശത്തെ ഭക്ഷണശാല നടത്തുന്ന സാഹിൽ യാദവ് പോലീസിനോട് പറയുന്നു. മൊബൈൽ ഫോൺ കൊടുത്തതിന് പിന്നാലെ സോനം വിളിക്കുകയും പോലീസ് വരുന്നത് വരെ അവിടെ ഇരിക്കുകയും പിന്നീട് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. തന്റെ ആഭരണങ്ങൾ കൈക്കലാക്കാൻ എത്തിയ അക്രമി സംഘത്തിനോട് ഭർത്താവ് പൊരുതുമ്പോഴാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്നും തനിക്ക് മറ്റൊന്നും ഓർമ്മയില്ലെന്നും തന്നെ മയക്കുമരുന്ന് നൽകി ആരോ ഗാസിയാബാദിൽ എത്തിച്ചുവെന്നും താൻ ഇരയാണെന്നും സോന വ്യാജമൊഴി നൽകിയെങ്കിലും കൊലപാതകത്തിന് പിന്നിൽ സോനുവും കാമുകൻ രാജ് കുശ്വാഹും തന്നെയാണെന്ന് ഇൻദോർ പോലീസിന്റെ അന്വേഷണങ്ങളിൽ നിന്നും വ്യക്തമായി. രാജ രഘുവംശിയെ കൊലപ്പെടുത്താൻ ഭാഗ്യ സോനവും കാമുകൻ രാജ് കുശ്വാഹയും ചേർന്ന് 3 വാടക തൊഴിലാളികളെയാണ് ഏർപ്പെടുത്തിയിരുന്നതെന്നും ഇൻദോർ അഡീഷണൽ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാജേഷ് ദാദോന്തിയ മാധ്യമങ്ങളെ അറിയിച്ചു. കേവലം ദിവസങ്ങൾ നീണ്ടുന്ന ദാമ്പത്യ ജീവിതം, ഭാര്യയോടുള്ള പരിപൂർണ വിശ്വാസം, സോനം എന്ന ക്രിമിനൽ നടത്തിയ കൊലപാതകവും പുറത്തുവന്നു. മേഘാലയ ഹണിമൂൺ മർഡർ ഇതോടെ തെളിയിക്കപ്പെടുകയാണ്.